കുട്ടികളെത്തിയതും വെള്ളവും കൂടുണ്ട്. ഇതാണ് നമ്മുടെ മക്കളുടെ അവസ്ഥകള്. 5 17 എത്ര കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അപകടം വന്നാലേ തിരുന്നുള്ളൂ. ഒരു വലിയ അപകട സാധ്യതയിലൂടെ തന്നെയാണ് സ്കൂളിലെ കുട്ടികൾ അവർ സ്കൂളിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുള്ളിയാർമേട് GHSSലെ കുട്ടികളാണ് ഒഴുക്കുള്ള പുഴ മുറിച്ച് കടന്നുകൊണ്ട് സ്കൂളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്ക് മറ്റു വഴികളില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2018 പ്രളയത്തിൽ തകർന്ന ഈ പാലം പിന്നീട് പുനർനിർമ്മിച്ചിട്ടില്ല. അതാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം. 4 കിലോമീറ്റർ ചുറ്റിയുള്ള യാത്ര ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ ഇങ്ങനെ പരസ്പരം കൈ പിടിച്ച് പുഴ മുറിച്ച് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളും ഈ വെള്ളത്തിലേക്ക് വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകും. പട്ടർപ്പളം, തിമിരിക്കുളമ്പ്, കിഴക്കേക്കാട്, നായ്ക്കച്ചള്ള, പള്ളം എന്നീ മേഖലകളിൽ നിന്നായി 100 കണക്കിന് കുട്ടികളാണ് ഇത്തരത്തിൽ കൈകൾ കോർത്തു പിടിച്ച് മറുകര കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിന്റെ അപകടം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു കുട്ടി വീണാൽ മറ്റുള്ള കുട്ടികളും വീഴും. അവരെ സംബന്ധിച്ചിടത്തോളം ഗായത്രി പുഴ മുറിച്ചു കടക്കാൻ മറ്റു വഴികളില്ല. അതാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യം.